സംസ്ഥാന സർക്കാരിനെതിരായ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. 10 വർഷം ജയിലിലടച്ചാലും നാടിനു വേണ്ടി പോരാട്ടങ്ങൾ ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചികിത്സാരേഖകൾ പരിശോധിക്കാൻ രാഹുൽ എം.വി. ഗോവിന്ദനെ വെല്ലുവിളിച്ചു. പോലീസ് എടുത്തിരിക്കുന്ന വിവിധ വകുപ്പുകൾ പ്രകാരം അവർ പറയുന്ന പരമാവധി ശിക്ഷയായ 10 വർഷം കഠിന തടവിന് വിധിച്ചാലും ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുവാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമ്മറി മാത്രമാക്കേണ്ട, ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ എം.വി. ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ജയിൽ മോചിതനായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ്. ഇപ്പോൾ എന്തായാലും 10 വർഷം ജയിലിൽ അടച്ചാലും നാടിനു വേണ്ടി പോരാട്ടങ്ങൾ തുടരും, ഇത് ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-നെ വലിയ രീതിയിൽ വെല്ലുവിളിയുണ്ട്. ചികിത്സാ രേഖകൾ പരിശോധിക്കാൻ രാഹുൽ എം.വി. ഗോവിന്ദനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്? വിശദാംശങ്ങൾ. അനുജ, ജയിൽ മോചിതനായതിനു ശേഷമുള്ള രാഹുലിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. അതിൽ ഗുരുതരമായ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് സമരം ചെയ്തതിന്റെ പേരിൽ യുവജനങ്ങളെ ആക്രമിക്കുന്ന നില സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ നിലയിലാണ് ഈ യുവജന സമരങ്ങളെ ആകെ സംസ്ഥാനത്തെ പോലീസും സംസ്ഥാന ഭരണകൂടവും നേരിടുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ കേസെടുത്തതുകൊണ്ടോ മർദ്ദിച്ചതുകൊണ്ടോ ജയിലിലിട്ടതുകൊണ്ടോ ഒന്നും അത്തരത്തിൽ ആത്മവീര്യം തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ് എന്ന് അദ്ദേഹം പറയുന്നു. 9 ദിവസമാണ് തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ 9 ദിവസമല്ല, ഈ തനിക്കെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളുടെ ഒരു വ്യാപ്തി അനുസരിച്ച് 10 വർഷ കാലയളവ് വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തനിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ആ നിലയിൽ 10 വർഷം തടവിലിട്ടാലും ഒരു തരത്തിലും സംസ്ഥാന സർക്കാരുമായി ഭരണകൂടവുമായി സന്ധി ചെയ്യുന്ന സാഹചര്യമില്ല. തുടർന്ന് അങ്ങോട്ടും വലിയ പ്രക്ഷോഭങ്ങൾക്ക് തന്നെയാവും സംസ്ഥാന ഭരണകൂടം, സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം സമരം ചെയ്തതിന് പേരിൽ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ യുവജന പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ചും DYFI പ്രവർത്തകരെ ഉപയോഗിച്ചും മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വനിതാ പ്രവർത്തകരുടെ മുടിയടക്കം പോലീസ് ചവിട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുസോളിനിയുടെയോ ഹിറ്റ്ലറിന്റെയോ കാലത്ത് പോലും ഇത്തരത്തിലുള്ള മുറകൾ നാം കണ്ടിട്ടില്ല, നമ്മൾ വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ആ നിലയിൽ ദുശാസനന്റെ, അതായത് വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുന്ന സാഹചര്യമുണ്ട് ഈ പോലീസുകാർ. ആ നിലയിലൊക്കെ ദുശാസനന്റെ ജീനാണ് പിണറായി വിജയന് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ജീനും പേറി ജീവിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരും അടക്കുന്ന ഈ ഭരണകൂടം ആ ദുശാസനന്റെ ജീനും പേറിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു വനിതാ പ്രവർത്തകയുടെ വസ്ത്രമടക്കം വലിച്ചു കീറുന്ന നിലയിലേക്ക് പിണറായിക്ക് മാറാൻ കഴിയുന്നത് എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഒരു വിമർശനമുണ്ടായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെയാണ്. രാഹുൽ ഈ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയ ചികിത്സാ രേഖകൾ വ്യാജമാണ് എന്നായിരുന്നു എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത്തരത്തിൽ അത് തെളിയിക്കാൻ ആ ആരോപണം തെളിയിക്കാൻ തയ്യാറായാൽ താൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയും എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു ആർജവം കാണിക്കാൻ, അതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളിയായി രാഹുൽ ഉയർത്തുന്നത് തന്നെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലേക്ക് എം.വി. ഗോവിന്ദന്റെ സമയപ്രകാരം അദ്ദേഹത്തിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യമുള്ള ഒരു സമയത്ത് ഒരുമിച്ച് പോകാം, താനും അദ്ദേഹത്തോടൊപ്പം ചെല്ലാം, തന്റെ ചികിത്സാ രേഖകൾ ആവശ്യമെങ്കിൽ അത് പരിശോധിക്കാം, മറ്റ് എല്ലാ രേഖകളും അദ്ദേഹത്തിന് പരിശോധിക്കാം, താൻ അവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നോ എന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. ആ നിലയിൽ എല്ലാ തരത്തിലുമുള്ള പരിശോധന നടത്താൻ എം.വി. ഗോവിന്ദനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വരാൻ എം.വി. ഗോവിന്ദന് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലെങ്കിൽ
അദ്ദേഹത്തെ മാഷ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത്തരത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു അധ്യാപകന്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ അതിന്റെ മാന്യതയെങ്കിലും കണക്കാക്കി ഈ വിഷയത്തെ കുറെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. ഏതായാലും വലിയ തുടർ സമരങ്ങളിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പോകുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളുണ്ട്. പുതിയ ROC അടക്കം ഈ വിഷയത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ ദൂർത്താണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പണം നേരിട്ട് കൊള്ളയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൂർത്തടിച്ചുകൊണ്ടാണ് ഈ യാത്ര മുഴുവനും നടത്തിയിട്ടുള്ളത്. ഈ യാത്ര കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി, കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് ഗുണമുണ്ടായി എന്നത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതിന് തന്നെ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നവകേരള സദസ്സിനെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ഒരു ഓഡിറ്റ് സമരം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അധികം വൈകാതെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ UDYFന്റെ നേതൃത്വത്തിലും വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് സംഘടന നീങ്ങുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു സമരമായി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് ഈ ഓഡിറ്റ് സമരമായിരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അനുജ. ശരി കമലേഷ്, സംസ്ഥാന സർക്കാരിനെതിരായ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. 10 വർഷം ജയിലിലടച്ചാലും നാടിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുക്കുമെന്ന് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ രേഖകൾ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാൻ രാഹുൽ MV ഗോവിന്ദനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാടാണ്.